ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കൊടൈക്കനാലിലാണ്. നമ്മളെ നാട്ടിലെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയ സജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു പ്ലേസാണ് ഇപ്പോൾ കൊടൈക്കനാൽ പോവാത്തവർ ആരും ഉണ്ടാവില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു ചൂട് കാര്യങ്ങളിൽ നിന്ന് 2-3 ദിവസം ഒന്ന് മാറി നിൽക്കണമെങ്കിൽ കൊടൈക്കനാൽ ബെസ്റ്റ് പ്ലേസാണ്. ഇപ്പം ഞാൻ രാവിലെ 8 മണിയായി, ഏകദേശം ഒരു 13 ഡിഗ്രി സെൽഷ്യസ്, നല്ല തണുപ്പുണ്ട്. ഇപ്പം ഇന്നലെ ഈവനിങ് ആയാലും നല്ല തണുപ്പ് കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പം ഞാനുള്ളത് ബ്രിട്ടൻ റിസോർട്ട്സ് എന്ന് പറഞ്ഞ ഒരു റിസോർട്ട്സിൻ്റെ ഫ്രണ്ടിലാണ്. ഇവിടുത്തെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, പ്രൈസിങ് കാര്യങ്ങളൊക്കെ പറയാം. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ചെറിയൊരു റിസോർട്ടാണ്. അത്യാവശ്യം നമുക്ക് ഷട്ടിലൊക്കെ കളിക്കാനുള്ളൊരു ചെറിയ സ്ഥലമുണ്ട്. അതേപോലെ ക്യാരംസ് കളിക്കാം. പിന്നെ അതേപോലെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ഇവർ തന്നെ അത് നമുക്ക് എക്സ്ട്രാ വരും, ചെയ്തു തരും. കുഴപ്പമില്ല, എല്ലാം കൊണ്ടും നല്ലൊരു ഇതാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ എൻ്റെ ഫാമിലിയുമായിട്ട് രാവിലെ 5:30 യാത്ര പുറപ്പെട്ടത് കേട്ടോ. തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങോട്ടേരിയിൽ നിന്നാണ് ഞങ്ങൾ യാത്ര പുറപ്പെട്ടത് കേട്ടോ. ഏകദേശം 255 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് കൊടൈക്കനാലിലേക്ക്. ഏകദേശം ഒരു 6 മണിക്കൂർ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു 7 മണിക്കൂറോളം എടുത്തു ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ എത്താനായിട്ട്. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് തൃശ്ശൂർ റൗണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ പോകുന്ന റൂട്ട് വന്നിട്ട് തൃശ്ശൂർ, പാലക്കാട്, പൊള്ളാച്ചി, പളനി, ദെൻ കൊടൈക്കനാൽ. തൃശ്ശൂർ പാലക്കാട് റോട്ടിൽ ഈ കാണുന്നതാണ് കേട്ടോ കുതിരാൻ ടണൽ. എപ്പോഴും രാവിലത്തെ യാത്ര ഒരു പ്രത്യേക ഒരു സുഖമാണ് കേട്ടോ. സൂര്യനെ കുതിച്ചു വരുന്നത് കാണാൻ നല്ലൊരു ഭംഗിയാണ്. തൃശ്ശൂരിൽ നിന്ന് ഏകദേശം ഒരു 34 കിലോമീറ്റർ മുമ്പ് പന്നിയങ്കര എന്ന് പറഞ്ഞിട്ടൊരു ഫസ്റ്റത്തെ ഒരു ടോൾ ഗേറ്റ് കിട്ടും പാലക്കാട് റോട്ടിൽ. അപ്പോൾ രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വീണ്ടും യാത്ര തുടർന്നു. തമിഴ്നാട് ബോർഡറൊക്കെ എത്തി തുടങ്ങിയപ്പോഴത്തെ ബോർഡൊക്കെ മാറുന്ന തമിഴിലൊക്കെ നല്ല രസമാണ് കേട്ടോ കണ്ടിരിക്കാൻ. അപ്പോൾ ഞങ്ങൾ പൊള്ളാച്ചി ടൗണിലെത്തി. പൊള്ളാച്ചി ടൗണിൽ നിന്ന് പളനിക്ക് പോകണ വഴിക്ക് 2 സൈഡിലും കാറ്റാടി യന്ത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് ആസ്വദിച്ച് പോകുന്നതാണ്. ഹൈവേ കൂടെ പോകുമ്പോൾ വീടുകളുടെ സ്റ്റൈലുകളൊക്കെ ഒന്ന് മാറുന്ന കാണാൻ വേണ്ടി ജസ്റ്റ് ഉള്ളിലോട്ട് ഒരു റൗണ്ട് അടിച്ച് ഞങ്ങൾ വീണ്ടും ഹൈവേയിലോട്ട് തന്നെ ഇറങ്ങിയിട്ടാണ്. അപ്പം നമ്മൾ പളനിയിലെത്തിയിട്ടാണ്. ഈ കുതിരവണ്ടിയും പളനിയും എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന പഴയ മഴവിൽക്കാവടി സിനിമയിലെ രംഗങ്ങളൊക്കെയാണ് കേട്ടോ. പളനി ടെമ്പിളിൻ്റെ അകത്തോട്ട് പോകുന്ന വഴിയിലൊക്കെ കച്ചവടക്കാരൊക്കെ ഉണ്ട്. അതുപോലെ ഈ കാണുന്നതാണ് തല മുണ്ടനം ചെയ്യാനുള്ള സ്ഥലം. അങ്ങനെ ഞങ്ങൾ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോന്നു. മലയുടെ മേലെയാണ് ടെമ്പിൾ കേട്ടോ. അതുകൊണ്ട് തന്നെ 2 വഴിക്ക് മേലെ പോവാം. ഒരു സൈഡിൽ റോപ്പ് ഉണ്ട്, റോപ്പ് ചാർജബിൾ ആണ്, അല്ലെങ്കിൽ സ്റ്റെയർ വഴിക്കും പോകാവുന്നതാണ് കേട്ടോ. ഹായ്, നമ്മുടെ ഫിറോസ്ക ഫുൾ ജാർ സോഡയുടെ പരിസ്ഥിതിയിൽ നമ്മുടെ ഫിറോസ്കയുടെ തല വെച്ചിട്ടുള്ള പോസ്റ്ററുകളൊക്കെ കണ്ടിട്ടോ. ഫിറോസ്ക ആരാണെന്ന് അറിയാത്തവർക്ക് കുക്കിംഗ് ചാനൽ നടത്തുന്ന വ്ളോഗറാണ് കേട്ടോ. അപ്പോൾ കുറേ പോയപ്പോൾ കൊടൈക്കനാലിലേക്ക് വെൽക്കം ഒക്കെ ചെയ്തിട്ടുള്ളൊരു ബോർഡൊക്കെ കണ്ടു. അപ്പോൾ സന്തോഷമായി. അപ്പോൾ ഇവിടെ നിന്നാണ് ഇനി മേലോട്ട് കയറി പോകേണ്ടത്. താഴെയൊക്കെ അത്യാവശ്യം ചൂടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മേലെ നമുക്ക് തണുപ്പ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല സൂപ്പർ റോഡായിരുന്നു കേട്ടോ. അതുപോലെ നല്ല വ്യൂവും സൈഡിലൊക്കെ. കുറേ കയറിയതിന് ശേഷം നമുക്ക് കോടയൊക്കെ അകലെ കണ്ടു തുടങ്ങിയിട്ട്. അപ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. കൊടൈക്കനാൽ ടൗൺ എത്തുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു ചാർജ് ചെയ്യുന്നുണ്ട് കേട്ടോ. എൻട്രൻസ് ഫീസ് എന്ന് പറഞ്ഞിട്ട് 60 റുപ്പീസ് കാറിന് കൊടുത്തു. സിൽവർ കേസ്കേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വാട്ടർഫാൾ കൊടൈക്കനാൽ ടൗൺ എത്തുന്നതിന് ഏകദേശം ഒരു 7 കിലോമീറ്റർ മുമ്പ് കിട്ടുന്നതാണ്. അപ്പോൾ ഏകദേശം കൊടൈക്കനാൽ ടൗൺ എത്തി തുടങ്ങി. നല്ല കോട കണ്ടു തുടങ്ങി, നല്ല തണുപ്പായി, നല്ലൊരു ഫീലൊക്കെ ചേഞ്ചായി. കൊടൈക്കനാലിൽ ടൂറിസ്റ്റ് പ്ലേസുകൾ കൊടൈക്കനാൽ ലേക്കിൻ്റെ അടുത്തുള്ള സ്ഥലത്തായതുകൊണ്ട് ഞങ്ങൾ കൊടൈക്കനാൽ ലേക്കിൻ്റെ അടുത്ത് തന്നെയാണ് റൂം നോക്കിയത് കേട്ടോ. ബ്രിട്ടൻ റിസോർട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചെറിയ റിസോർട്ട്സിലാണ് ഞങ്ങൾ താമസിച്ചത് കേട്ടോ. 2500 രൂപ മുതൽ 6000, 7000 റേഞ്ചിലൊക്കെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കോട്ടേജസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ
അപ്പോൾ ഇവിടെ കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആളുകളുടെ എണ്ണം അനുസരിച്ചിട്ട് നിങ്ങൾ അവരെ വിളിച്ച് ബാർഗൈനൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസും വാട്സപ്പ് നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾ ബ്രേക്ക്ഫാസ്റ്റ് അവൈലബിൾ ആണ്. 100 രൂപയാണ് നമുക്ക് ബൊഫേ ആയിട്ട് എടുക്കുകയാണെങ്കിൽ. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ദോശ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അതിൻ്റെ ചാർജസ് മാത്രം കൊടുത്താൽ മതി. ബൊഫേ എടുക്കുകയാണ് കുറച്ചുകൂടി നല്ലത്. ബൊഫേയിൽ ഞങ്ങൾ പോയപ്പോൾ ഉണ്ടായിരുന്നത് ഇഡ്ഡലി, ദോശ, പൊങ്കൽ, അതേപോലെ ചായ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നമ്മളുടെ കൊടൈക്കനാൽ ലേക്കിൻ്റെ ഏകദേശം 1 കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസ് ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുകയാണെങ്കിൽ നടന്ന് തന്നെ കൊടൈക്കനാലിലേക്ക് ഒരു 5-10 മിനിറ്റ്സിൽ നടന്ന് തന്നെ പോവാം. ഈ കാണുന്നത് തമിഴ്നാട് ബോട്ട് ഹൗസിൻ്റെ ബോർഡ്, അതായത് കൊടൈക്കനാൽ ലേക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഞങ്ങൾ ഫസ്റ്റായിട്ട് പോയത്. ആ ലേക്കിൻ്റെ സൈഡിലായിട്ട് ഇതേപോലത്തെ സ്ട്രീറ്റ് ഫുഡ്സും അതേപോലെ നമുക്കൊരു കുതിര സഫാരി ചെയ്യാം, സൈക്കിൾ റൈഡ് കിട്ടും. അതൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് കേട്ടോ. ഹോഴ്സ് റൈഡിന് ഏകദേശം 200 രൂപ മുതൽ അവർ ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ബാർഗെയിൻ ചെയ്ത് മേടിക്കാം. തമിഴ്നാട്ടിലെ ഡിണ്ടിഗൽ ഡിസ്ട്രിക്റ്റിലാണ് കൊടൈക്കനാൽ വരുന്നത്. നക്ഷത്രാകൃതിയിലുള്ള ഈ ലേക്ക് ഒരു മാൻമെയ്ഡ് ആയിട്ടുള്ള ഒരു ലേക്കാണ് കേട്ടോ. ലേക്കിലെ ബോട്ടിങ്ങിന് ഞങ്ങൾ 4 പേര് പോയതിന് 250 രൂപയാണ് ചാർജ് ചെയ്തത് കേട്ടോ, ഹാഫ് ആൻ അവറിന് വേണ്ടിയിട്ട്. അതിന് 500 രൂപ നമുക്ക് ഫസ്റ്റ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ 250 രൂപ നമുക്ക് തിരിച്ചു തരും. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ 2 സൈഡിലുള്ള ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ കണ്ട് നടന്നു. കുറച്ച് സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിച്ചു. ഈ കാണുന്നതാണ് കാടയുടെ ഒരു ഫ്രൈ ആയിട്ട് ഇങ്ങനെ വെച്ച് കണ്ടപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തെന്നുള്ളൂ. 100 രൂപയാണ് അതിന് ചാർജ് ചെയ്യുന്നത്. അതേപോലെ ഈ ഫിഷിനും 100 രൂപയാണ് അവർ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നതിന് ചാർജ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അടുത്തായിട്ട് പോകാൻ ഉദ്ദേശിച്ചത് വെച്ചാൽ കോക്കേസ് വാക്കിലേക്കാണ്. കോക്കേസ് വാക്കിൻ്റെ തൊട്ടടുത്ത് തന്നെ ഞങ്ങൾക്കൊരു ചർച്ച് കിട്ടി. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി കണ്ടു. CSI ക്രൈസ്റ്റ് ദ കിങ് ചർച്ച് എന്നാണ് അതും എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടതിന് ശേഷം കോക്കേസ് വാക്ക് തൊട്ടടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ ഇതാണ് കോക്കേസ് വാക്കിലേക്കുള്ള എൻട്രൻസ് കേട്ടോ. ഇത് 7 മണി മുതൽ വൈകിട്ട് 7 മണി വരെ ഓപ്പണാണ്. ഏകദേശം 1 കിലോമീറ്റർ ദൂരത്തിൽ നടന്ന് കാണാവുന്ന ഒരു എന്താ പറയുക വ്യൂ പോയിൻ്റ് ഉള്ള ഒരു ഏരിയയാണ് കോക്കേസ് വാക്ക് എന്ന് പറഞ്ഞത്. ഇവിടേക്കുള്ള എൻട്രൻസ് ടിക്കറ്റ് വന്നിട്ട് എബോവ് 3 ഇയേഴ്സിന് 20 റുപ്പീസാണ്. പിന്നെ അതുപോലെ മൊബൈൽ ക്യാമറ, അതായത് ക്യാമറ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മൊബൈലിന് 30 രൂപ ചാർജ് ചെയ്യുന്നുണ്ട്. അതേപോലെ DSLR ക്യാമറയ്ക്കൊക്കെ 100 രൂപ ചാർജ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് തന്നെ നമുക്കൊരു ടെലസ്കോപ്പിക് വ്യൂ കാണാനായിട്ട് ചെറിയ ചാർജബിൾ ആണ്, അതും ഉണ്ടായിരിക്കുന്നതാണ്. കോക്കേസ് വാക്കും ഈ ചർച്ചും അതേപോലെ ബ്രണ്ട് പാർക്ക് എന്ന് പറഞ്ഞ പാർക്കും തൊട്ടടുത്തടുത്താണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് ബാക്ക് സൈഡിലുള്ള എൻട്രൻസ് ആണ് ബ്രണ്ട് പാർക്കിൻ്റെ. ഇപ്പം ഞങ്ങൾ ഫ്രണ്ട് സൈഡിലോട്ട് വന്നു. ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ്. ബട്ട് ബാക്ക് സൈഡിൽ കൂടിയും എൻ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ എൻട്രൻസ് ഫീസ് വന്നിട്ട് അഡൽട്ട്സിന് 30 ആണ്, ചിൽഡ്രന് 15, അതേപോലെ ക്യാമറയ്ക്ക് 50, വീഡിയോ ക്യാമറയ്ക്ക് 100 രൂപ. ഫോട്ടോ എടുക്കാനും കുട്ടികളൊക്കെ ആയിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. ബ്രെയിൻ പാർക്കിങ് ഞാൻ ഇറങ്ങിയ ശേഷം നെക്സ്റ്റ് പോയതെന്ന് വെച്ചാൽ അപ്പർ ലേക്ക് വ്യൂ എന്ന് പറഞ്ഞിട്ട് ലേക്കിൻ്റെ മേലെന്നുള്ളൊരു വ്യൂ ആണ് കേട്ടത്. അപ്പർ ലേക്ക് വ്യൂ കണ്ടതിന് ശേഷം അതിൽ തൊട്ടടുത്ത് തന്നെ വട്ടക്കനാൽ ഫാൾസ് എന്ന് പറഞ്ഞിട്ടൊരു വാട്ടർഫാളും ഉണ്ട്, ഒരു ചർച്ചും ഉണ്ട്, ലാസ്റ്റല ചർച്ച് എന്ന് പറഞ്ഞിട്ട് ചർച്ചുണ്ട്. ഈ ഞാൻ പോയ ടൈമിൽ വെള്ളം കുറവായതുകൊണ്ട് ഞാൻ അവിടെ പോയില്ല. മാത്രമല്ല 1-2 ചെറിയ ഫാൾസുകളൊക്കെ മുന്നേ കണ്ടിരുന്നു. അപ്പോൾ നിങ്ങളുടെ ചോയ്സാണ് പോകണം വേണ്ടത്. അപ്പോൾ അടുത്ത സ്ഥലത്തിരിക്കുകയാണ് റോസ് ഗാർഡൻ ആണ്. ഇവിടുത്തെ എൻട്രൻസ് ടിക്കറ്റ് വന്നിട്ട് അഡൾട്ട്സിന് 30 രൂപ, കിഡ്സിന് 15, ക്യാമറയ്ക്ക് 50, വീഡിയോ ക്യാമറയ്ക്ക് 100 രൂപ.
ഓക്കെ, ഇവിടെ നമുക്ക് റോഡ് സൈഡിൽ പാർക്ക് ചെയ്യാണ്ട് വണ്ടി പാർക്കിങ്ങിനായിട്ട് സൗകര്യമുണ്ട്. അപ്പോൾ അവിടെ തന്നെ പാർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. റോഡ് സൈഡിൽ പാർക്ക് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് പാർക്ക് ചെയ്തില്ലെങ്കിൽ പോലീസ് ഫൈൻ അടിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു ചെറിയൊരു ഫൈൻ കിട്ടിയിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇവിടെ പാർക്കിംഗ് ഞാൻ ആദ്യം എൻ്റെ കണ്ണിൽ പെട്ടില്ല. അപ്പോൾ റോസ് ഗാർഡൻ എത്തുന്നതിനൊരു തൊട്ട് മുമ്പേ, അതായത് ഒരു 10 മീറ്റർ അല്ലെങ്കിൽ 5 മീറ്റർ മുമ്പൊക്കെ ആയിട്ട് ഒരു എക്സിറ്റ് ഉണ്ട്. അവിടെ നമുക്ക് പാർക്കിംഗ് ചെയ്തിട്ട് സ്ഥലങ്ങളൊക്കെ കാണാവുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ പാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ സോളാർ ഒബ്സർവേറ്ററി മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലം കൂടി ഉണ്ട്. അപ്പോൾ ഇവിടെ പാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 സ്ഥലവും നടന്നു പോയിട്ട് കണ്ടിട്ട് വരാവുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ എൻട്രൻസ് ടിക്കറ്റ് വന്നിട്ട് 50 രൂപയാണ് അഡൽസിന്. കിഡ്സിന് അവർ ചാർജ് ചെയ്യുന്നില്ല ബിലോ 10. അപ്പോൾ ഇവിടെ വന്നിട്ട് സൂര്യൻ്റെ ടെലസ്കോപ്പിക് വ്യൂവും അതേപോലെയുള്ള റിസർച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഓൺഡ് ബൈ ആക്ച്വലി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി നിങ്ങൾ ഇത് മാത്രം വേണമെങ്കിൽ ഒന്ന് യൂട്യൂബൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതൊരു വലിയൊരു വൈഡായിട്ടുള്ളൊരു സംഭവമാണ്. പിള്ളേരെ കണ്ടുകൂടാ. Kodaikanal. Okay, thank you. ഒബ്സർവേറ്ററി മ്യൂസിയം ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഫോട്ടോയ്ക്കൊക്കെ പറ്റിയൊരു ഏരിയ കണ്ടു. അപ്പോൾ എല്ലാവരും ഇറങ്ങി എടുക്കുന്നത് കണ്ടു. ഞങ്ങളും ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷൻ വന്നിട്ട് മോയർ പോയിൻ്റ് ആണ്. ഇതൊരു പോപ്പുലർ ഡെസ്റ്റിനേഷനാണ്. ഒരു വാച്ച് ടവർ ഉണ്ട്, അതേപോലെ വാലിയുടെ മൗണ്ടൻ്റെ ഒക്കെ നല്ലൊരു വ്യൂ ഇവിടെ നിന്ന് കിട്ടും. മോയർ പോയിൻ്റ് എങ്ങനെയാണ് ആ ഒരു പേര് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AD 1929 ഗോഷൻ റോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റോഡ് നിർമ്മിച്ചു. അതിനുവേണ്ടി കാട് വെട്ടി തുടങ്ങിയ സ്ഥലമാണിത്. അതിൻ്റെ എഞ്ചിനീയറുടെ പേരാണ് സാർ തോമസ് മോയർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് ഇത് പേര് നൽകിയിരിക്കുന്നത് അവിടെ. കൊടൈക്കനാലിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ കോടയൊക്കെ പെട്ടെന്ന് വരും. ഒരു 5-10 മിനിറ്റിൽ അപ്രത്യക്ഷമാവുകയും ചെയ്യും. ഇപ്പം ഞാൻ ഇതിൻ്റെ മേലെന്ന് കോട കാരണം എനിക്ക് കാണാൻ പറ്റിയിരുന്നില്ല. താഴെ ഇറങ്ങി ഒരു 5 മിനിറ്റിനുള്ളിൽ കോട പോവുകയും ചെയ്തു. തിരിച്ചൊരു 10 മിനിറ്റിൽ കോട തിരിച്ചു വരികയും ചെയ്യും. ഇപ്പോൾ ഈ കാണുന്ന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനൊക്കെ ഒറ്റ ഏരിയയിലാണ് കേട്ടോ. അതായത് അടുത്തടുത്താണ്, ഏകദേശം ഒരു 10 മിനിറ്റ് ഡിസ്റ്റൻസിലൊക്കെയാണ് അടുത്തടുത്തുള്ളത്. അപ്പോൾ അതിൻ്റെ ഞാൻ വീഡിയോയിൽ അവസാനത്തിൽ കറക്റ്റ് അതിൻ്റെ ഡയറക്ഷനും ഡെസ്റ്റിനേഷനിലേക്കുള്ള കിലോമീറ്ററും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് മിസ് ചെയ്യാണ്ട് കാണണം പ്ലീസ്. അപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള ഡെസ്റ്റിനേഷനായിട്ടുള്ള പൈൻ ഫോറസ്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ് ഇവിടെ കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് കുതിര സവാരിയൊക്കെ എൻജോയ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനാണ് ഗുണ കേവ്. കമലഹാസൻ്റെ ഗുണ എന്ന് പറഞ്ഞ ഫിലിം ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. പെട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല, എങ്കിലൊരു പാട്ട് കൺമണി അൻപോട്, ആ പാട്ട് കേൾക്കാത്തവരാരും ഉണ്ടാവില്ല. ആ പാട്ടൊക്കെ ഷൂട്ട് ചെയ്ത് ഇവിടുത്തെ കേവിലാണ്. അതിനുശേഷമാണ് ഈ സ്ഥലത്തിന് ഗുണ കേവ് എന്ന് പേര് വന്നത് കേട്ടോ. ഈ പേര് വരുന്നതിന് മുമ്പ് ഈ ഏരിയ പറഞ്ഞിരുന്നത് ഡെവിൾസ് കിച്ചൺ എന്നായിരുന്നു. ഒരുപാട് വവ്വാലുകളും അതേപോലെ തീരെ ആൾസഞ്ചാരം ഇല്ലാത്തൊരു ഏരിയ ആയിരുന്നു ഇതെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരാനായിട്ട് ഭയപ്പെട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡെവിൾസ് കിച്ചൺ എന്ന പേര് വന്നതെന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് ഗുണ എന്ന ഫിലിം ഇവിടെ ഷൂട്ട് ചെയ്തുകൊണ്ട് തന്നെ അത് ഫേമസ് ആവുകയും പിന്നീട് അത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് വരികയാണ് ചെയ്തത്. ഈ നെറ്റിൻ്റെ അടിയിലുള്ള ഭാഗമാണ് ഈ കേവ് എന്ന് പറയുന്നത് കേട്ടോ. നേരത്തെ പറഞ്ഞ ഫിലിം ഷൂട്ട് ചെയ്ത സിനിമയിലെ രംഗങ്ങളൊക്കെ ഇതിൻ്റെ താഴെയാണ് കൂടുതലും ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കയറാനുള്ള എൻട്രൻസ് ഫീസ് വന്നിട്ട് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും 10 രൂപയാണ്. അപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷനായിട്ടുള്ള പില്ലർ റോക്കിലേക്ക് വന്നു കേട്ടോ. ഭയങ്കര മഴയായിരുന്നു, അവിടെ ഇറങ്ങാൻ പറ്റിയില്ല. ഈ 2 പില്ലർ പോലെ 2 പാറകൾ കണ്ടില്ലേ, അതുകൊണ്ടാണ് ഇതിന് പില്ലർ റോക്ക് എന്നുള്ള പേര് വന്നത്. പില്ലർ റോക്കിൽ നിന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു ഗോൾഫ് കോഴ്സ്, അതായത് ഒരു ഗോൾഫൊക്കെ കളിക്കുന്ന ഒരു ചെറിയൊരു ഏരിയ വരും. പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ട് ഒന്നും തോന്നിയില്ല, പക്ഷേ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞതെന്ന് മാത്രം.
അഗാധമായ ഗർത്തങ്ങളൊക്കെയുള്ള ഒരു വ്യൂ പോയിൻ്റാണ് സൂയിസൈഡ് പോയിൻ്റ് അഥവാ ഇപ്പോഴത്തെ ഗ്രീൻ വാലി എന്ന് പറയപ്പെടുന്നത്. ഇതിൻ്റെ പഴയ പേര് വന്നിട്ട് സൂയിസൈഡ് പോയിൻ്റ് എന്നായിരുന്നു. അപ്പോൾ തമിഴ്നാട് സർക്കാർ സൂയിസൈഡിനെ നിരുത്സാഹപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇതിൻ്റെ പേര് ചേഞ്ച് ചെയ്തത് കേട്ടോ. ഡോൾഫിൻ നോസ് എന്ന് പറയുന്നത് ഡോൾഫിൻ്റെ നോസിൻ്റെ ഷേപ്പിലുള്ള ഈ പാറേനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇറങ്ങുന്നതിന് കുറച്ച് ട്രക്കിംഗ് പോലെ കുറച്ച് താഴോട്ടൊക്കെ ഇറങ്ങേണ്ടതുണ്ട്. അപ്പോൾ അത് ഇറങ്ങാൻ പറ്റുന്നവരാണോ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് ഇറങ്ങി തുടങ്ങിയാൽ മതി. അതേപോലെ ഇതിൽ നിന്ന് കുറച്ച് നേരം കൂടി നടക്കുകയാണെങ്കിൽ ഒരു എക്കോ പോയിൻ്റ് കൂടി കിട്ടും കേട്ടോ. അതായത് നമ്മൾ ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കുമ്പോൾ തിരിച്ച് കേൾക്കുന്ന എക്കോ പോയിൻ്റ്. അപ്പോൾ അതും കൂടി താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾ അന്നത്തെ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വന്നു. ഈവനിങ് ആയി. അപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ ലേക്കിനോട് അടുത്തുള്ള ഫൺ സർക്കിൾ എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഈ സ്ഥലത്ത് ഞങ്ങൾ കയറി കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ വീഡിയോയുടെ അവസാനം നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്യണം ഡയറക്ഷനൊക്കെ ഞാനൊന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ കൊടൈക്കനാൽ ടൂർ പോകുന്നവർക്ക് രണ്ടായിട്ട് തരംതിരിക്കാം കേട്ടോ. ഒന്ന് ടൗൺ ഏരിയയിലുള്ള വാലീസും അതേപോലെ സൂയിസൈഡ് പോയിൻറ്റും അങ്ങനെയുള്ള ഒരു ദിവസം, അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 ദിവസത്തിൽ കാണണമെങ്കിൽ അങ്ങനെ ഒരു ദിവസം പ്ലാൻ ചെയ്യാവുന്നതാണ് ഈസി ആയിട്ട്. രണ്ടാമത്തെ ദിവസം നമുക്ക് വില്ലേജ് ടൂർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദൂരത്തിലുള്ള ഏരിയയും കൂടി കവർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. അപ്പം ഞാനൊരു ദിവസം ഈ പറഞ്ഞ പോലെ ടൗൺ ഏരിയയും പിന്നെ ഉള്ള ദിവസം വില്ലേജ് ഏരിയയ്ക്കാണ് അടുത്ത ദിവസമായിട്ട് പോയത്. പിന്നെ കൊടൈക്കനാലിൽ നിന്ന് ഞാൻ തിരിച്ചു വരുമ്പോൾ കമ്പം തേനി വഴി തേക്കടി വഴിക്കാണ് വന്നത്. അപ്പോൾ ഈ കൊടൈക്കനാൽ ട്രിപ്പിന് ഞാനൊരു 3 സീരീസ് ആയിട്ടാണ് ഇടുന്നത്, കാരണം ഇത്തിരി ലെങ്ത് ഉള്ളതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന രീതിയിലൊന്ന് പ്ലാൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ കൊടൈക്കനാൽ ലേക്കിനൊരു സെൻട്രലായിട്ട് വെച്ചുകൊണ്ടാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് ഒരു റൗണ്ട് പോലെ തിരിച്ചു വന്നിട്ട് കൊടൈക്കനാൽ ലേക്കിലേക്ക് തന്നെയാണ് തിരിച്ചു വരുന്ന രീതിയിലാണ് ഇത് ഉള്ളത്. അപ്പോൾ അവസാനത്തെ ഡെസ്റ്റിനേഷൻ ഇപ്പോൾ ഗ്രീൻ വാലി ഒക്കെ ഫ്രം കൊടൈക്കനാൽ ലേക്ക് ടു ഗ്രീൻ വാലി എന്ന് അടിക്കുമ്പോൾ ചിലപ്പോൾ കിലോമീറ്റർ കുറവ് കാണിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് വൺ വേ ആയതുകൊണ്ട് ഈ ഒരു ഡയറക്ഷനിൽ തന്നെ നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ കൊടൈക്കനാൽ ലേക്കും കോക്കേഴ്സ് വാക്കും ബ്രെൻഡ് പാർക്കും നിങ്ങൾ ആദ്യം തന്നെ കണ്ടുവയ്ക്കുക. അപ്പോൾ അതിന് ശേഷമുള്ള അപ്പർ ലേക്ക് വ്യൂ മുതൽ ഡോൾഫിനോസ് വരെയുള്ള എല്ലാ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും ഒറ്റ റൂട്ടിലാണ്, അതായത് ഒരു ഡയറക്ഷനിലാണ് നിങ്ങൾക്ക് കിട്ടുക. മോയർ പോയിന്റ് മുതൽ ഗ്രീൻ വാലി വരെ 1 വേ റൂട്ടാണ് കേട്ടോ. അതായത് തിരിച്ചു വരാനായിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരാനായിട്ട് വേറെ വഴിയില്ല. അപ്പോൾ ഡോൾഫിനോസ് വന്നിട്ട് 1 വേ കഴിഞ്ഞിട്ടുള്ള ഏരിയയിൽ വരുന്നതാണ്. 4.2 കിലോമീറ്റർ ഫ്രം ഗ്രീൻ വാലി. ഇപ്പോൾ ലേക്ക് ഞാൻ റൗണ്ട് ചെയ്ത് വരും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ലേക്കിനോട് അടുത്തേക്ക് നമ്മൾ ഏകദേശം വന്നിട്ടുണ്ടാവും. അപ്പോൾ ഏകദേശം അവിടെ നിന്ന് ലേക്കിലോട്ട് ഏകദേശം 6 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്.